ജീവിതത്തിന്റെ കരുത്തും സ്നേഹവും ആഘോഷമാക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിലേക്ക് എല്ലാ വനിതകൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സമത്വത്തിനായുള്ള പോരാട്ടങ്ങളെ ഓർക്കുവാനും സ്വപ്നങ്ങൾ പിന്തുടരുന്നവരെ പിന്തുണയ്ക്കുവാനും നമുക്കിന്ന് ഈ ദിനം മാറ്റിവെക്കാം. ഇന്ന് ചെറുപുഷ്പം UP സ്കൂളിലെ മുഴുവൻ അമ്മമാരെയും ഞങ്ങൾ ആദരിക്കുകയാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഒരാഗ്രഹം, ഈ വനിതാ ദിനത്തിൽ അമ്മമാർക്ക് നമ്മളോട് എന്തായിരിക്കും പറയാനുള്ളത്? അതിന് നമ്മൾ കണ്ടെത്തിയത് അനേക ആയിരങ്ങൾക്ക് വിദ്യ പകർന്നു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സി ടീച്ചർ 23 വർഷത്തെ സേവനത്തിന് ശേഷം 2022 മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. ബയോളജിയാണ് ടീച്ചറിന്റെ ഇഷ്ട വിഷയം. ഇന്ന് ടീച്ചർ നമ്മുടെ ഒപ്പമുണ്ട്. ടീച്ചർ നമ്മുടെ മുമ്പിൽ മനസ്സ് തീർക്കുന്നു. നമുക്ക് ടീച്ചറിനെ പരിചയപ്പെടാം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മേഴ്സി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പീയൂസ്. എടാട്ടയിൽ നിന്നാണ് വീട്ടുപേര്. ഞങ്ങൾ ആനത്താങ്കുളത്തിൽ താമസിക്കുന്നത്. 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഞങ്ങൾ മേരിഗിരി സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ഹസ്ബൻഡും മേരിഗിരി സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ 13 വർഷത്തോളം മേരിഗിരിയിൽ അധ്യാപികയായി ജോലി ചെയ്തു. ബയോളജി ആയിരുന്നു എൻ്റെ വിഷയം. എങ്കിലും ഇംഗ്ലീഷും IT ഒക്കെ എടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഇക്കോ ക്ലബ്ബ്, പല ക്ലബ്ബുകളുടെ സ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായി. റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ എന്നെ പഞ്ചായത്തിലേക്ക് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 5 വർഷം മെമ്പർ സ്ഥാനവും വഹിക്കുകയുണ്ടായി. ഇപ്പോഴാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ സ്കൂളിലേക്ക്, എൻ്റെ കുട്ടികൾ പഠിച്ച സ്കൂളാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു സിസ്റ്റർ വിളിക്കുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സിസ്റ്റർ വിളിച്ചപ്പോൾ ഞാൻ സ്നേഹത്തോടെ ആ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. ഇന്ന് മാർച്ച് 8 വനിതാ ദിനം. ടീച്ചർ നമ്മളോട് കൂടി ഇരിക്കുമ്പോൾ ടീച്ചറിന് എന്താണ് അനുഭവപ്പെടുന്നത്? മാർച്ച് വനിതാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. വനിതകൾക്കുള്ള ഒരു ദിനം എന്ന് പറഞ്ഞാൽ വനിതകളുടെ കരുത്തും കരുതലും സ്നേഹവും എല്ലാം പിന്തുണയ്ക്കാനുള്ള ഒരു ദിനമായും അതുപോലെ പ്രതികൾ നേരിടാനുള്ള അവരുടെ കഴിവിനെയൊക്കെ നമ്മൾ ആദരിക്കുന്ന ഒരു നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ ടീച്ചർ ജീവിതത്തിൽ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതായിരുന്നു? സ്ത്രീ എന്ന നിലയ്ക്ക് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ട വന്നിട്ടുണ്ട്. കാരണം ഒരു അമ്മയായും സഹോദരിയായും ഭാര്യയായും മകളായും അധ്യാപികയായും സമൂഹത്തിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒത്തിരി വെല്ലുവിളികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ മക്കളെ വളർത്തുന്നത് തന്നെയാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ടീച്ചർ ഇപ്പോൾ റിട്ടയർഡ് ആയല്ലോ. സർവീസിലായിരുന്നപ്പോൾ കുടുംബജീവിതവും അധ്യാപകവും എങ്ങനെയായിരുന്നു ഒരുമിച്ച് കൊണ്ടുപോയത്? വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അധ്യാപന ജീവിതവും കുടുംബജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൂട്ടുകുടുംബമായിരുന്നുകൊണ്ട് അവിടുന്ന് ജോലിക്ക് പോകാനും അതുപോലെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നുകൊണ്ട് അവരെ വളർത്താനും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ആണ് എനിക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ സ്കൂളിൽ വൈകുന്നേരങ്ങളിൽ ക്ലാസ്സും അതുപോലെ ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് ദൈവത്തിൻ്റെ ഒരു കരുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസം സ്ത്രീകളുടെ ജീവിതം എങ്ങനെ മാറ്റുമെന്നാണ് ടീച്ചർ കരുതുന്നത്? ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ എൻ്റെ കൂടെ പഠിച്ചവരെയൊക്കെ ഒന്നും അധികം പഠിക്കാൻ വിട്ടിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പേരൻസിന് താല്പര്യമില്ലായിരുന്നു. പണം മുടക്കി പഠിപ്പിച്ചു, പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ പൈസ വേണം, സ്ത്രീധനം കൊടുക്കണം, പിന്നെ ജോലി വാങ്ങണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള കാലഘട്ടമായിരുന്നു. എല്ലാവരും കൃഷിപ്പണിയിലേക്കും അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലം. പക്ഷേ ഞാനൊക്കെ പഠിക്കാൻ പോയി, പഠിക്കുന്ന ആളായിരുന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ പഠിക്കാൻ ചാത്തൻ വിട്ടു. എന്നാലും വെല്ലിച്ചാത്തനൊക്കെ ഇഷ്ടമില്ലായിരുന്നു. വെല്ലിച്ചാത്തനൊക്കെ പഠിപ്പിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഹോസ്റ്റലിൽ വിട്ടപ്പോഴൊക്കെ എതിർപ്പ് പറയുമായിരുന്നു, നടത്തിപ്പോയാൽ മതി. അവർക്കൊന്നും പൈസ മുടക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ ഇഷ്ടംപോലെ പൈസ, അതിന് കല്യാണം കഴിക്കണമെങ്കിൽ അതിന് ചിലവ്, അതെല്ലാം താങ്ങാൻ പറ്റിയല്ലെന്നാണ് അവരുടെ സംസാരം. അതുപോലെ ചാച്ചൻ്റെ ചേട്ടന്മാരാണെങ്കിലും ആർക്കും ഇഷ്ടമില്ലായിരുന്നു. ചാച്ചൻ്റെ അനിയൻ്റെ മക്കളെ ഒന്നും പഠിപ്പിക്കാൻ വിടുകയല്ല. അവരൊക്കെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയായിരുന്നു. ഇങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അറിവുകൾ നേടുന്നതോടൊപ്പം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും അതുപോലെ വിനയത്തോടെയും എളിമയും
ദൈവഭയം എല്ലാം എനിക്ക് ആർജിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 5 വർഷത്തോളം കോളേജിലും ഹോസ്റ്റലായിട്ട് ജീവിച്ചപ്പോൾ ഒത്തിരി കൂട്ടുകാർ പലതരത്തിലുള്ള ചേച്ചിമാരായിട്ട് അനിയത്തിമാരായിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ വിജയിച്ചു എന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നു. വ്യത്യാസം കൊണ്ട് നമ്മൾ അറിവ് നേടുന്നത് മാത്രമല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. കരുത്തും ഒരു സ്ത്രീ എന്ന നിലയിൽ ഇന്നത്തെ സമൂഹത്തിൽ ഇത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികൾക്ക് പഠനം വളരെ പ്രധാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും പഠനം ആവശ്യമാണ്. പക്ഷേ പഠനത്തിനാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത്. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു. ഇന്ന് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. എവിടെ വേണമെങ്കിലും സ്വന്തം പോകാൻ താല്പര്യം, സ്വയം എല്ലാം സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൊണ്ടാണ് അത് നേടിയെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നോട്ടുള്ള ജീവിതം നമുക്ക് 1-ാം സ്ഥാനം പഠനത്തിന് കൊടുത്താൽ ഒരു ജോലി, അതുപോലെ തന്നെ സ്വയം പര്യാപ്തത നേടുന്നു. അതാണ് മുഖ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളെ നമ്മൾ ഓരോ ദിവസവും വാർത്തയിലൂടെ പരിചയപ്പെടുന്നുണ്ട്. ടീച്ചറെ, ഇന്നത്തെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്ത ഉണ്ടാകുന്നത്? ഇതിനെപ്പറ്റി ടീച്ചറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ വിദ്യ അഭ്യസിക്കുന്നതിലൂടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നല്ലൊരു ചിന്ത, നല്ലൊരു പ്രവൃത്തി, അതാണ് നമുക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അതുപോലെ പ്രേമക്കുരുക്കുകൾ, പ്രലോഭനങ്ങളൊക്കെ നമ്മളെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടാവാം. അവയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നേടുക. മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളോട് ഒപ്പമായിരിക്കുക, അവരെ കരുതുക. അപ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അതുപോലെ തന്നെ മാതാപിതാക്കളോടൊപ്പം ഗുരുക്കന്മാരെ ആദരിക്കുക. ഈ ആദരവും ബഹുമാനവും സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ സ്നേഹബുദ്ധിയ പെരുമാറുക, ബഹുമാനത്തോടെ പെരുമാറുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പെൺകുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നാണ് ടീച്ചർ കരുതുന്നത്? ആത്മവിശ്വാസം ഉദ്ദേശിക്കുന്ന ആത്മധൈര്യം, എന്തിനേയും നേരിടാനുള്ള കരുത്ത്, അത് നേടുക. അത് ദൈവഭയത്തോടു കൂടി നമ്മളായിരിക്കുകയാണെങ്കിൽ, ദൈവവിശ്വാസത്തിൽ ആഴ്ന്നപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം കൈവിടാതെ സൂക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പ്രലോഭനങ്ങൾ വീഴാതെ കരുത്തോടെ മുന്നോട്ട് പോവുക, അതുമാത്രമാണ് പെൺകുട്ടികളോട് പറയാനുള്ളത്. ടീച്ചറെ, നിങ്ങളുടെ ബാല്യകാലത്ത് പെൺകുട്ടികൾക്ക് ലഭിച്ച അവസരങ്ങളും ഇന്നത്തെ അവസരങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പുറത്തേക്ക് അധികം വിടുകയില്ല, ദൂരേക്ക് പഠിപ്പിക്കാനൊന്നും വിടുന്നില്ല, സ്വാതന്ത്ര്യം കുറവ്. ഇന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ പഠനത്തിനൊക്കെ ഒത്തിരി അവസരങ്ങളുണ്ട്. ഇന്ന് അവസരങ്ങൾ കുറവായിരുന്നു, അതുകൊണ്ട് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ഒരു ടച്ചിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. വീട്ടിലും ജോലി സ്ഥലത്തും സ്ത്രീകൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ എത്ര പ്രധാനപ്പെട്ടതാണെന്നാണ് ടീച്ചർ കരുതുന്നത്? മോളെ, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, വീട്ടിലെ ജോലി സ്കൂളിലെ ജോലിയും രണ്ടാണ്. അപ്പോൾ അവിടെ കുടുംബത്തിൻ്റെ പിന്തുണയും വേണം. അപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നമ്മളവിടെ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ കരുത്ത് ആർജിക്കുക, ആത്മധൈര്യം നേടുക. ടീച്ചറിൻ്റെ അനുഭവത്തിൽ ഒരു വനിത എന്തായിരിക്കണം എന്നാണ് ടീച്ചർ പറയാനുള്ളത്? ഒരു വനിത 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിടപ്പെടാനുള്ളതല്ല പണ്ട് കാലത്തെ പോലെ. അതായത് സമൂഹത്തിലിറങ്ങി മറ്റുള്ളവരുമായി ഇടപഴകി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ പ്രാപ്തി നേടണമെന്നാണ്, പറ്റുന്നത് പോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ആയിരിക്കണം. സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കാൻ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനം കിട്ടണമെങ്കിൽ കുട്ടികൾ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ ആപ്തവാക്യം. മാതാപിതാക്കളെയും ദൈവത്തെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും ഏത് ജോലി, ഏത് തുറയിലായാലും നമ്മൾ നല്ലത് മാത്രം ചെയ്യുക, നന്മ ചെയ്യുക, നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുക. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? നല്ലൊരു ഭാവിയാണ് ഒരു പെൺകുട്ടിക്ക് ആവശ്യം. അതിന് വേണ്ടത് നന്നായി പഠിക്കുക, മറ്റ് പ്രതിസന്ധികളോ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ പ്രേമക്കുരുക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവഭക്തിയോടെ മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ ജീവിതം ഉണ്ടാകുള്ളൂ. എത്ര ഉന്നതനായിരുന്നാലും
പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മനഃശക്തി നേടുക. ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും. ഈ വനിതാ ദിനത്തിൽ ടീച്ചർക്ക് ആൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ആൺകുട്ടികളെയും പെൺകുട്ടികളും നമ്മൾ ഒരുപോലെ തന്നെ കാണണം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ചെറിയ ഒരു മാനസിക പൊരുത്തമില്ലാത്തതുപോലെ കാണുന്നു. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. അത് കുടുംബത്തിൽ തന്നെ വരേണ്ടതാണ്. ഒപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ബഹുമാനം കൊടുക്കുക. ഇരു കൂട്ടരും ആൺകുട്ടികൾ പെൺകുട്ടികളെ ബഹുമാനിക്കണം, പെൺകുട്ടികൾ ആൺകുട്ടികളെ ബഹുമാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിലും പെണ്ണല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ മാറേണ്ട കാര്യം. അതൊക്കെ അമ്മമാരും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. രണ്ടു കൂട്ടർക്കും സമത്വം ഉണ്ടായിരിക്കണം എന്നാണ്. ഒരു അധ്യാപക എന്ന നിലയിൽ അമ്മമാരോട് ഈ വനിതാ ദിനത്തിൽ ടീച്ചർക്ക് എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? വനിതാ ദിനത്തിൽ നമ്മൾ വനിതകളെ ആദരിക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ഒരിക്കലും ഒരു അടുക്കളയിൽ കഴിയേണ്ട കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തുമാത്രം അതിൻ്റെ 100% സുരക്ഷ ഉണ്ടോ ഇന്നത്തെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിലൊക്കെ വന്നതാണ്. അപ്പോൾ ആ സുരക്ഷയ്ക്കൊക്കെ നമ്മൾ തന്നെ കുറേയെല്ലാം ആർജിക്കേണ്ടിയിരിക്കും. വിദ്യാഭ്യാസത്തിലൂടെയും സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടും ഒക്കെ നമ്മൾ മുന്നോട്ട് ഉണ്ടാകുന്ന എല്ലാ പ്രകടനങ്ങളെയും നേരിടാനുള്ളൊരു കരുത്ത് ആർജിക്കുക. വളർത്തുന്ന മാതാപിതാക്കൾ അവരെ വളരെ സ്നേഹത്തോടും കരുതലോടെയും പരിഗണന കൊടുത്തുകൊണ്ട് വളർത്തുക. അപ്പോൾ ഈ ദിനം ആയിരിക്കുമ്പോൾ 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മുഖ്യ പ്രമേയമായി വെച്ചിരിക്കുന്നത് ഗീവ് ടു ഗെയിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നേട്ടത്തിന് വേണ്ടി നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നേടണമെങ്കിൽ നമ്മൾ കൊടുക്കണം. സ്നേഹം, കരുതൽ, കരുത്ത്, ബഹുമാനം, മറ്റുള്ളവർക്ക് പരിഗണന, ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കണമെന്നാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൽ അമ്മമാരോടായി പറയാനുള്ളത്. ഉദാഹരണത്തിന് അമ്മമാർ മക്കളോട് ബഹുമാനത്തോടെയും കരുതലോടെയും അവർ തലോടി അവരെ സ്നേഹം കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു സ്നേഹക്കുറവുകൊണ്ടാണ് ഈ ആത്മഹത്യ പ്രവണതയും അതുപോലെ ഒളിച്ചോട്ടങ്ങൾ എല്ലാം നടക്കുന്ന സ്നേഹക്കുറവുകൊണ്ടാണ്. അവർ വേറെ സ്നേഹം തേടി പോകുന്നു. അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ മുന്നോട്ട് നയിച്ച് പഠനത്തിലേക്കും അതുപോലെ ദൈവസ്നേഹത്തിലേക്കും എല്ലാം കൊണ്ടുവരാൻ അമ്മമാർ വളരെയധികം വീടുകളിൽ ശ്രദ്ധിക്കുക. അമ്മമാരാണ് ആദ്യത്തെ അധ്യാപകർ. അപ്പോൾ ഈ ദിനത്തിൽ എല്ലാവിധ ആശംസകളും അമ്മമാർക്ക് നേർന്നുകൊണ്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സി ടീച്ചറിന് ഒരുപാട് നന്ദി.